സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റണം. പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് ഉറങ്ങാൻ പോകുന്ന ആള് ഉറക്കിന്റെ സമയത്ത് പാലിക്കേണ്ട ആദാബുകളൊക്കെ പാലിക്കണം. ഡ്രസ്സ് മാറ്റിയിട്ട് അങ്ങ് മൂത്രമൊഴിച്ച് റെഡിയാക്കി അങ്ങ് കിടന്നാ പോരാ. അതേ മിസ്വാക്കൊക്കെ ചെയ്ത് നല്ലൊരു വുളു എടുക്കണം. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. ആ വസ്ത്രത്തിൽ അത്തർ പൂശണം. വിരിപ്പും പുതപ്പും തലയിണുമൊക്കെ 3 പ്രാവശ്യം കുടയണം. അസ്പൃശ്യതകളൊന്നും ഇല്ലാത്ത രൂപത്തില്, നജസൊന്നും ഇല്ലാത്ത സ്ഥലത്താകണം കിടക്കേണ്ടത്. കിടക്കുന്നതിന്റെ മുമ്പ് പടിപാലിച്ച ദിക്റുകളൊക്കെ ചൊല്ലണം. കിടന്നു കഴിഞ്ഞിട്ടുള്ള ദിക്റുകളും ചൊല്ലണം. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നത് അതുപോലെ കിടക്കണം. ആ രൂപഭാവത്തിൽ മാറ്റം ഉണ്ടാകരുത്. തുടക്കത്തിൽ ആ ശൈലിയും രൂപങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഅ്. കുളിക്കുന്ന സമയത്ത് എങ്ങനെയാണോ അവിടുന്ന് കുളിച്ചത്, വുളു എടുക്കാതെ ഒറ്റ കുളിയും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുന്നു. നമ്മൾ എത്ര കാലമായി കുളിക്കുന്നു? ആകെ നമ്മൾ മിസ്വാക്ക് ചെയ്യും ഒരു സുബഹിക്ക്. 24 മണിക്കൂർ ഒരു മിസ്വാക്കാണ് ആകെ ചിലർക്ക് കിട്ടുന്നത്. കുളിക്കാൻ നേരത്തെ ഒരു മിസ്വാക്ക് ചെയ്തൂടെ? മിസ്വാക്ക് ചെയ്തിട്ട് കാമിലായ വുളു എടുത്തിട്ടാണ് തങ്ങൾ കുളിക്കാറുള്ളത്. വുളു എടുക്കാതെ ഒരൊറ്റ ദിവസവും തങ്ങൾ കുളിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തുന്നു. കുളിക്കുന്ന ശൈലി അടക്കം കുളിക്കുന്ന സമയത്ത് വലത്തെ ഭാഗത്തെ പരിഗണിച്ചുകൊണ്ട് വെള്ളം ഒഴിച്ച്, പിന്നെ ഇടത്തെ ഭാഗത്തേക്ക് വെള്ളം ഒഴിച്ച് അതൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കി, സോപ്പും മറ്റൊക്കെ ഉപയോഗിച്ച് റെഡിയാക്കി, വുളുഇന്റെ കുളിയുടെ അവസാനം വരെ വുളു കാത്തു സൂക്ഷിച്ച്, ഇടക്കപ്പെങ്ങാനും വുളു മുറിഞ്ഞു പോയാൽ വീണ്ടും വുളു എടുത്ത്, അങ്ങനെ ആകണം നമ്മുടെ കുളി. ഞാൻ ഒരു ബാപ്പയും മകനും കുളിക്കുകയാണെങ്കിൽ ബാപ്പാന്റെ കുളി കണ്ടിട്ട് മകൻ പഠിക്കണം. കുറെ വെള്ളം ചെലവാക്കാന്നല്ല കുളി എന്ന് പറഞ്ഞാല് ആ കുളിക്കൊരു തർത്തീബുണ്ട്. ഇത്തിബാ എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? ഇതൊക്കെ ഇത്തിബാണ്. ഫീ ഹാലിഹി വഫആലിഹി വമഖാലിഹി. അവസ്ഥകൾ, എല്ലാ അവസ്ഥകളും നമ്മൾ പാലിക്കണം കഴിവിന്റെ പരമാവധി. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വീട്ടിൽ നിന്നൊരാൾ ഇറങ്ങാൻ, യാത്രക്ക് വേണ്ടി വീട്ടിൽ നിന്നൊരാൾ ഇറങ്ങാൻ, അയാൾ പാലിക്കേണ്ട എന്തെല്ലാം സുന്നത്തുകളുണ്ട്. പഴയ കാലത്തൊക്കെ ഗൾഫിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉസ്താദുമാരോട് വിളിച്ച് ചോദിച്ചിരുന്നു. ഇപ്പൊ അതും ഇല്ലാതായിപ്പോയി. ബേജാറാണ്. ഇപ്പൊ ഒന്നും ആവശ്യമില്ലാതായി മാറിയിരിക്കാണ്. അകന്നു പോവുകയാണ്. അതുകൊണ്ട് അടുക്കാണ് വേണ്ടത്. നമ്മള് എന്തെല്ലാം സുന്നത്തുകൾ പാലിച്ചിരുന്നു. ഒരു യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം മാത്രമല്ല, ചൊല്ലേണ്ട ദുആകളൊക്കെ ചൊല്ലിയിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇടത്തെ കാല് മുന്തിച്ചു വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലിയിട്ട് പിന്നെ ചൊല്ലും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. സുബ്ഹാനല്ലാഹ്. വാഹനത്തിലേക്ക് ബിസ്മി ചൊല്ലി അങ്ങ് കയറിയാൽ, വാഹനത്തിൽ കയറി ഉടനെ തന്നെയുള്ള ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാലോ പിന്നെ ശേഷം അതാ ഒരു 5 സൂറത്ത് ഓതൽ പതിവായി സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് ഓതിയിരുന്നു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്ത്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ആ വാഹനം എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ ഉടനെ പറയും റബ്ബി അൻസിൽനി മുൻസലം മുബാറകൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ.
യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചൊല്ലേണ്ട രൂപഭാവങ്ങള്, അപ്പോഴുള്ള ആളുകളോട് യാത്ര പറയേണ്ടത്, യാത്രയുടെ നീളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. യാത്ര എന്ന് പറയുന്നത് പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു മേഖലയാണ്. അതൊരു ഹാലാണ്, ജീവിതത്തിന്റെ ഒരവസ്ഥയാണ്. ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ വൈവാഹിക ജീവിതത്തിൽ വേറെ, അല്ലാത്ത ജീവിതത്തിൽ വേറെ ഉള്ള അവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്തിബാഅ് പാലിക്കണം. വീട്ടിൽ ഒരുമിച്ച് കൂടി വീട്ടിലേക്ക് വരുന്ന അതിഥികൾ, ആ അതിഥികൾക്ക് അതിഥി സൽക്കാരം ഒരുക്കുന്ന ആള് അതിഥി സൽക്കാരത്തിന്റെ മര്യാദകൾ മുഴുവനും പാലിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അതിഥികളെ ആദരിക്കുന്ന രൂപത്തിൽ ഭക്ഷണം ഉണ്ടാക്കുക. എന്നിട്ട് ആ ഭക്ഷണം അതിഥികളിലേക്ക് അടുപ്പിച്ചു വെച്ചു കൊടുക്കുക. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഭക്ഷണം വെച്ചിട്ട് പാത്രം ഒരു ഭാഗത്ത് വെച്ചിട്ട് ഈ പാത്രം എടുത്തിട്ട് അതിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചോളൂ എന്ന് പറയുന്നത് അതിഥികളോട് ചെയ്യുന്ന അനാദരവാണ്. ഒരിക്കലും അതിഥികളോട് അത് ചെയ്യാൻ പാടില്ല. ബഹുമാനിക്കുകയല്ലേ അതിഥികളെ വേണ്ടത്. ബഹുമാനത്തിന്റെ മാർഗം എന്താണ്? ആതിഥേയൻ അവന്റെ കൈ കൊണ്ട് ഭക്ഷണം കൊണ്ടുപോയി അതിഥിയുടെ മുന്നിൽ വെച്ചു കൊടുക്കേണ്ട ശൈലിയാണ്. അതാരിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർത്തിയത്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദിത്യ മര്യാദ. വനബ്ബിഉഹും അല്ലൈഫി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് അതിഥികൾ വന്നപ്പോ എങ്ങനെയാണ് സൽക്കരിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. ആ സൽക്കരിച്ച രൂപഭാവങ്ങൾ അങ്ങനെയാണ്. അത്രയും വലിയ മഹാനായിട്ട് തളികയിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചുകൊടുത്ത് സൽക്കരിക്കുകയാണ് ചെയ്തത്. ഭക്ഷണം ആവശ്യമില്ലാത്ത മലക്കുകളായിട്ട് പോലും പിന്നീടല്ലേ അവര് മലക്കുകളാണ് എന്നറിഞ്ഞത്. മനുഷ്യരൂപത്തിൽ വീട്ടിലേക്ക് വന്നപ്പോ സലാം പറഞ്ഞ് സ്വീകരിച്ച് പെട്ടെന്ന് ഭക്ഷണം ഒരുക്കിയിട്ട് അവരെ ഭക്ഷണം കൊടുത്ത് ഇങ്ങനെയാണ് ആദരിച്ചത്. ആ രൂപഭാവങ്ങളാണ് സ്വീകരിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്.